ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ടാണ് സബ് ചെയ്യാൻ മറക്കല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും അതേപോലെ കമൻറ്റിലൂടെ ആണെങ്കിലും കുറേ പേര്, ഒത്തിരി പേര് എന്താണ് 2 ദിവസമായിട്ട് വീഡിയോ ഇല്ലല്ലോ എന്ന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്താ സംഭവം ചോദിച്ചാൽ, എനിക്ക് 2 ദിവസമായിട്ട് ഞാൻ വരുന്ന ടൈം പുലർച്ചയ്ക്കാണ്. ഒരു 10 മണിക്ക് അവിടുത്തെ സൈറ്റിൽ നിന്ന് ഇറങ്ങും. വാണിയംകുളത്താണ് വർക്ക് നടന്നുകൊണ്ട്. അവിടെ ഇപ്പം ഇന്ന് പാലുകാച്ചാണ്. വാണിയംകുളത്ത് സൈറ്റിൽ നിന്ന് 10 മണിയാകുമ്പോഴേക്ക് ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഒറ്റപ്പാലത്ത് വേറെ സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കയറും. എല്ലാം കൂടിയും കഴിഞ്ഞ് വീടെത്തുമ്പോൾ പുലർച്ചയാവും. 2 ദിവസമായിട്ട് ഉറക്കല്ലാത്ത പണി പറഞ്ഞാൽ ഉറക്കല്ലാത്ത പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ടൈമേ ഇല്ല. ഫോൺ അവിടെ കൊണ്ടുപോയി വെക്കും, വൈകുന്നേരം വരുമ്പോൾ എടുക്കും. ആരെയും കോൾ വിളിച്ചാൽ മാത്രം അറ്റൻഡ് ചെയ്യും. ഫോണിൽ കളിക്കാൻ ഒന്നിനും ടൈമില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത്. കുറേ പേര് എനിക്ക് മെസ്സേജ്, എന്നെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ എന്താ സിനാനെ 2 ദിവസമായിട്ട് വീഡിയോ ഇല്ലല്ലോ എന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉമ്മാനോടായാലും എന്നോടായാലും എല്ലാവരോടും അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഈ കാരണം കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. ആരും ഒന്നും വിചാരിക്കല്ലേ. ഉമ്മാനോട് ഇങ്ങനെ കുറേ പേര് ചോദിച്ചു പറഞ്ഞു, ഉമ്മ എന്തായാലും 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലല്ലോ, എന്താ പറ്റി അവനോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനേ പറ്റാണ്ടിരുന്നത്. ഇന്ന് എനിക്ക് തീരെ ഞാൻ ഇപ്പോൾ കുറച്ചടുത്ത് ഉറക്കത്ത് നീച്ചതാ. മുടിയൊക്കെ ഒന്ന് വെട്ടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുടി വെട്ടാൻ പോയി, മുടി വെട്ടി. ഇനിയിപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് കഴുകണം. കുറേ ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി അച്ചാലും വെച്ചാലും ഓടിക്കൊണ്ടിരിക്കുക. രാത്രിയും വൈകുന്നേരം പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഒന്നും സർവീസിൻ്റെ ടൈം ആയിക്കണം. അപ്പോൾ സർവീസിന് കൊടുക്കണം. മുന്നേ ഒന്ന് വാഷ് ചെയ്യണം എനിക്കതൊന്ന്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യണം. പിന്നെ അതിൻ്റെ മുന്നേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്. ഈ ലൈനിൽ കൂടെ ഇതുണ്ടോ, ഞാൻ കാണിച്ചുതരാം. ഈ ലൈനിൽ കൂടെ ഇത് സർവീസ് വയറിൽ കൂടെ ഈ മരത്തിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ തട്ടുമ്പോൾ മുകളിൽ ഇളകാണ്. അപ്പോൾ ഈ ഇളകണ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കറക്റ്റാക്കണം. പിന്നെ വണ്ടി കഴുകണം. വണ്ടി കഴുകുന്നതിന് മുന്നേ ആദ്യം കടയ്ക്ക് പോകണം. ഒരു ഷാമ്പു വാങ്ങണം. വണ്ടി കഴുകാൻ ഷാമ്പു ഇല്ല. അപ്പോൾ ഷാമ്പു വാങ്ങണം. അപ്പോൾ ഷാമ്പു വാങ്ങാൻ പോട്ടെ. ഷാമ്പു വാങ്ങിയിട്ട് വരാം. എന്നിട്ട് വണ്ടി കഴുകാം. അതിൻ്റെ മുന്നേ ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വണ്ടി കഴുകാം. എന്നാൽ അങ്ങനെ വണ്ടി കഴുകി ഞങ്ങൾ കുളിക്കുകയോ ഫ്രഷ് ആവുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് കാണാം ഐസ് കേട്ടോ. സംഭവം ഈ ഇവിടെ പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ സർവീസുകാരിൽ ഇങ്ങനെ തട്ടിയിട്ട് മൊത്തത്തിൽ വെലിഞ്ഞിക്കണു ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് KCB വന്ന് വെട്ടിപ്പോൾ ഈ ഇടയ്ക്ക് വെട്ടിയിട്ട് കാര്യമില്ല, തൂങ്ങിക്കണം ഒന്നായിട്ട് കിടന്നിട്ട്. അതിന് മുകളിലാണ് ഇപ്പോൾ കൊമ്പും ജില്ലയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കറക്റ്റാക്കണം. വേണ്ടോ, വെലിഞ്ഞ് നിൽക്കുകയാണ്. മുകളിലത്തെ വെലിഞ്ഞ് നിൽക്കുക സർവീസുകാർ. അപ്പോൾ അതൊന്ന് വെട്ടിയാലാണ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഒന്ന് വെട്ടിയിട്ട് ഈ സാധനം കടൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതാ കണ്ണാണ് കട. ഇതാ കണ്ണാട്ടോ കട. പണ്ടത്തെ ഒരു സെറ്റപ്പുള്ള കട. അങ്ങനെ ഷാമ്പു എത്തിയിട്ടോ. ഷാമ്പു പിടിച്ചു. നേരെ വീടെത്തിയിട്ട് ആദ്യം ഇതവിടെ വെച്ചിട്ട് ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വാഷ് ചെയ്യാം നമുക്ക്. ഓക്കെ ഗൈസ്, മരത്തിൻ്റെ മുകളിലാ. ഇത് കഴിഞ്ഞു, ഈ മരം കഴിഞ്ഞു. ഇത് ആ മരം, അതിൻ്റെ അപ്പുറത്തൊരു മരം. ഇത് ഫുള്ള് വെട്ടിയിട്ടാ കണ്ടോ. സർവീസുകാർ ഇവിടെയൊക്കെ തൂങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതിനടുത്ത് കഴിഞ്ഞു. അയ്യാ, നല്ല വെയിൽ. ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ. വെയിലത്ത് നിന്ന് കേട്ടാൽ നല്ല സുഖം. അപ്പോൾ ആ മരം കൂടി കയറിയിട്ട് അതുകൂടി വെട്ടിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഒരു മരം കംപ്ലീറ്റ് ആയിട്ടാ താഴോട്ട് ഇറങ്ങി. ഒരു മരം കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് ഇറങ്ങി. ഇനി ഒരു മരം കൂടി ഉണ്ട്. അതുകൂടി വെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്ത് വെയില നമുക്ക്. അതിനകത്ത് കുളിച്ച് ഞാൻ ഒരു മരം കൂടി വെട്ടിക്കഴിഞ്ഞാൽ കറണ്ട് വേറെ ഓക്കെ ആവും. അതുകൊണ്ടോ ഇത് വേർപ്പ്. നല്ല വെയിലാ. കൊട്ടും വെയിൽ പറഞ്ഞാൽ കൊട്ടും വെയിലെന്ന് കാണിച്ചാട്ടോ. വെച്ചാ വെയിൽ നോക്ക്. ഇത് ഞാൻ അതേപോലെ വെട്ടിയതാണ്. പക്ഷെ ഇതിപ്പോൾ കുറച്ച് ആ മഴയൊക്കെ പെയ്തുകൊണ്ട് തളിരിട്ടു. അതും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒക്കെ അമച്ച് വരും. ഇത് എത്ര വട്ടം ഞാൻ വെട്ടിയാന്നറിയോ. ഇതിങ്ങനെ അമയ്ക്കും. ചീമക്കൊന്നല്ലേ ഇത്. പിന്നെ ഉങ്ങാണ് ഇത്. ഇതേപോലെ സർവീസുകാരിലേക്ക് വന്നപ്പോൾ വെട്ടിയതാ. ഇത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഉള്ളൊരു അമ്മമ്മ കൊടുന്നതാണ്. അമ്മമ്മ മരിച്ചു. ആ അമ്മമ്മ കൊടുന്നൊരു വെച്ച അമ്മ ഫ്രണ്ടിൽ നല്ല വലുതായതാ. ഒക്കെ ഞാൻ വെട്ടി ചെറുതാക്കി മുട്ടയാക്കി. ഇതാ ഈ ഒരു മരം ഈ വാഴൻ്റെ അപ്പുറത്തേക്കണം കൂടി വെട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ. ഐസ് അങ്ങനെതാ വെട്ടൽ കഴിഞ്ഞു കേട്ടാ. ഇതിൻ്റെയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഒക്കെ ഇപ്പോൾ വെട്ടിയെടുത്താണ്. അതേപോലെ ഇതിനെ ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൂസായി. ഇവർ വെട്ടിയതാ, ആദ്യം വെട്ടിയതാ. അത് അവർ പണിയും തന്നു. ഇവിടെ നിന്ന് കാണിച്ചത് ഇതുണ്ട്. ഇവിടെ സർവീസുകാർ തൂങ്ങി കിടക്കുന്നു. സർവീസുകാർ ഇവിടെ മൊത്തം തൂങ്ങി. ഇത് ഫുള്ള് തൂങ്ങി. വെട്ടൽ മൊത്തം കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം വിറകായി
അമ്മക്ക് അടുപ്പെത്തിക്കാൻ പറയായി കുറേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പറയുന്നുണ്ട്. ഇതിനും മഴയൊക്കെ പോയതിൻ്റെ ശേഷം വെയിൽ നന്നായിട്ട് അടിച്ചതിൻ്റെ ശേഷം മാത്രം വെട്ടി കഴിഞ്ഞാൽ മതി നമുക്ക്. ഇപ്പം നോക്കിക്കോ, ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ വാപ്പാൻ്റെ പണിയായിരിക്കും. ഒക്കെ വെട്ടി കഴിഞ്ഞു പറഞ്ഞേക്കില്ല. ഇത് പിന്നെ വെട്ടിയില്ല, ഇതങ്ങനെ നിർത്തി അവിടെ. ഇനി നമ്മുടെ ചെക്കനൊന്ന് കുട്ടപ്പനാക്കട്ടെ ഗൈസ്. അങ്ങനെ ചെക്കനെ കഴുകിക്കൊണ്ടിരിക്കട്ടാ. ചെക്കനെ കഴുകൽ പകുതി കഴിഞ്ഞു, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമല്ലോ, ഇതൊരു ആഡ് ചെയ്യാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ചളിയാണ്, കുറേ ദിവസമായി. മൊത്തം നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയും 100-150 ഉറുപ്പിക കൊടുക്കണം. വെള്ളമുണ്ട്, ഇപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ സമ്മതിക്കും അപ്പോൾ കഴിക്കാൻ പറയും, അല്ലെങ്കിൽ കഴുകണ്ട പറയും. കേട്ടോ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നു. കഴുകൽ കഴിയണം. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം. ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമ്മ ഇവിടെ അല്ല കേട്ടോ. ഉമ്മാനെന്താ അടിയാത്ത ചോദിക്കണ്ട. ഉമ്മ അല്ല, അമ്മ ഹോസ്പിറ്റലിൽ പോയിക്കേ. അമ്മക്കിന്ന് ചെക്കപ്പിന് പോകേണ്ട ഡേറ്റാ. ചെക്കപ്പ് പറഞ്ഞാൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്നിൻ്റെ കാര്യം കഴിക്കുന്ന കാരണേ കുറേ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് മാസത്തിലൊരിക്കൽ പോവും ചെക്കപ്പിന്. തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിക്കേ. അപ്പം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നാലേ ഉമ്മനെ കാണുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പൈസ കഴുകൽ കഴിഞ്ഞു കേട്ടോ. 5 ഉറുപ്പ്യക്ക് പിടുത്തം വിട്ടു. 5 1 6 ഒരു കാർ വാഷും പിന്നെ വേറൊരു ഷാമ്പൂ കൂടി വാങ്ങി. അങ്ങനെ 6 രൂപയ്ക്ക് വണ്ടി കഴുകൽ കഴിഞ്ഞു. കുറേ പേർക്ക് എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് എനിക്ക് ഞാൻ അവിടെ കൊണ്ട് വണ്ടി കൊണ്ടേ നിർത്തുമ്പോഴേ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, വണ്ടി ആരുടെ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വണ്ടി കാണുമ്പോൾ. ഈ മഞ്ഞ കളറായത് കൊണ്ട് പെട്ടെന്ന് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐസിപ്പം 4 സ്ക്രാച്ചായിട്ടോ. നമുക്ക് 1 2 3 ഇവിടെയൊക്കെ സ്ക്രാച്ചുകൾ വരാൻ തുടങ്ങിപ്പോൾ. അങ്ങനെ സ്ക്രാച്ചുകളാവുണ്ട് ഗൈസ്. കൂളിങ് ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കണം. ഫണ്ടില്ല, അതുകൊണ്ട് കൂളിങ് ഒട്ടിച്ചില്ല. മൊത്തം ഒന്ന് കൂളിങ് ഒട്ടിക്കണം വണ്ടിയിൽ, ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ ഉമ്മ പറഞ്ഞ പണിയെല്ലാം ചെയ്തു. ഉമ്മ മെയിനായിട്ട് പറഞ്ഞ അതാണ്, അതൊക്കെ കണ്ട് തീർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ദിവസം എത്രയെന്നറിയോ? കുറേ ദിവസമായി ഇവിടെ വന്നിരുന്നിട്ട്. ഗൈസ് മുടി വെട്ടിയത് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുറേ ദിവസമായി ഇവിടെ ഈ ഉമ്മർത്തിങ്ങനെ വന്നിരുന്നിട്ട് ഇരിക്കാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടേ ഇങ്ങോട്ടൊന്നും വരവേ ഇല്ല, വീട്ടിൻ്റെ ബാക്കിക്കേ വരവില്ല. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കണം, അതാണ് ഇനി അടുത്ത പണി. അത് കഴിഞ്ഞ് ഉമ്മ കുറച്ച് മണിക്ക് എത്തുന്ന പറഞ്ഞു, വിളിച്ചപ്പോൾ കുറച്ച് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മണിക്ക് ഉമ്മ എന്തായാലും എത്തും. ഉമ്മ വന്നിട്ട് ഉമ്മനെ ആഡ് ചെയ്യുക വീഡിയോയിൽ. കുറേ ദിവസമായാലും ഉമ്മനെ വീഡിയോയിൽ ആഡ് ചെയ്തത്. അപ്പം ഉമ്മനെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഉമ്മ വരട്ടെ ഗായ്സ്. അങ്ങനെ ഉമ്മ വന്നിട്ടുണ്ട്. ഞാൻ കുളിച്ച് ഫ്രഷായി, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുക. ചായ കുടിച്ചു. എന്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട്? ഗൈസ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്തിയിട്ടുണ്ട്. മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കുറേ ദിവസമായില്ലേ? എത്ര ദിവസമായി? 2 ദിവസമായില്ലേ? ആൾക്കാരെ നീ പറഞ്ഞ ആൾക്കാരെന്താ ഇപ്പൊ 2 ദിവസമായിട്ട് ഇടാത്ത വയ്ക്കുന്നുണ്ട്. ഐസ് 2 ദിവസമായിട്ട് എന്താ ഇടാത്തെന്ന് ചോദ്യം വരുന്നുണ്ട്. പിന്നെ 2 ദിവസം ഇടാണ്ടായപ്പോൾ വേറെ കുറച്ച് ടോക്കൺ വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. 2 ദിവസം കുറച്ച് ദിവസം ഇതിൽ കിടന്ന് മെനഞ്ഞു, പിന്നെ ഇടുന്നില്ല, നിർത്തിയോ, എത്ര ഉള്ളു ഒരു കളിയാക്കിയതൊക്കെ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് പണിയാണ്, പണിത്തിരക്കാണ്, അതാണ് അമ്മ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ടൊന്നുമല്ല. അങ്ങനെ കുറേ ടോക്കുകൾ വരുന്നുണ്ട്. കുറച്ച് ദിവസം അവൻ വലിയ വ്ളോഗറാണ് പറഞ്ഞ് നടന്നു, പിന്നെ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നുള്ളൊരു കളയാൻ പറ്റില്ലല്ലോ. നമുക്ക് വർക്ക് കളയാൻ പറ്റില്ല. ഈ വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ വർക്ക് 5-6 വർഷം പോയി പഠിച്ച വർക്ക് നമുക്ക് കളഞ്ഞിട്ട് വ്ളോഗ് എടുത്ത് നടക്കാൻ പറ്റില്ല. പക്ഷെ വ്ളോഗും വേണം, വ്ളോഗും നമ്മുടെ ഒരു ഇതാവും, രണ്ടും വേണം. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റിയിട്ടില്ല. തിരക്ക്, നല്ല തിരക്ക് പറഞ്ഞാൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ ഞാൻ ഫോണൊന്നും അധികം തൊട്ടിട്ടില്ല. അല്ലെങ്കിൽ ഉച്ചക്കെങ്കിലും ഒരു ഷോർട്സ് വീഡിയോ അറിയില്ല എന്തെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്യണം, അതുപോലെ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കളിയാക്കുന്നുണ്ട്, കളിയായിക്കോളെ. പടച്ചോൻ വലിയൊരാളുണ്ടല്ലോ, മുകളിലൊരാളുണ്ട്, എവിടെയെങ്കിലും എത്തും. ഈ കളിയാക്കിയവരെന്നെ ഒരു മാറ്റി പറഞ്ഞ ദിവസം വരും കേട്ടോ. കുറച്ച് ദിവസം തിരക്കപ്പെട്ടപ്പോൾ 2 ദിവസം വീഡിയോ ഉണ്ടായിട്ടുണ്ടായപ്പോൾ ഇങ്ങനെയുള്ള ടോക്കുകളാണ് വരുന്നത്. അവർ കുറേ ദിവസം വലിയ വ്ളോഗർ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടു, ഇപ്പോൾ അതുമില്ല, എന്താ കയ്യിലുത്തിൽ നിർത്തിയോ ഒന്ന്, അങ്ങനെയുള്ള ടോക്കൊക്കെയാണ് ചോദ്യം വരുന്നത്. അതൊക്കെ പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെയാണ്. അത് വേറെ കാര്യം. അവിടെ പറഞ്ഞോളി, നിങ്ങൾ എന്തും പറഞ്ഞോളി. പക്ഷെ ഒരു നാൾ ഈ പറഞ്ഞ ആൾക്കാരെയും കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കുന്ന ഒരു നാൾ വരും മക്കളെ. അത് നിങ്ങൾ ആലോചിച്ചിരുന്നോളി.
ഈ നട്ടുമ്മർത്തിട്ട് ഞാൻ പറയണത് ഒരു നാൾ ഈ പറഞ്ഞവരും കളിയാക്കിയവരും എല്ലാവരോടും ഫ്രണ്ടിൽ കൂടെ ഞാൻ നടക്കും. നമ്മളെന്തിനാ പഠിക്കണം? അള്ളാനെ പേടിക്കണം. പടച്ചവനെ പേടിച്ച് നടക്കുക, അത്രേ ഉള്ളൂ എനിക്ക്. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നലെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വണ്ടി സ്ലിപ്പായി, ഒരു പട്ടി ഫ്രണ്ട് ചാടി. കുഴപ്പമൊന്നുമില്ല, മുട്ടുംകാലിൽ ചെറിയൊരു തൊലി പോയിട്ടുണ്ട്, അത്രയൊക്കെ. പിന്നെ വണ്ടി നിങ്ങളുടെ ചെരിഞ്ഞപ്പോൾ പൊക്കാൻ പറ്റാണ്ടേ ഇടുപ്പിനും ചെറിയൊരു വേദന ആക്കണ്ടേ. വീട്ടിൽ പറഞ്ഞില്ല, നോട്ടം വരുന്നുണ്ടാ, ശ്രദ്ധ നോട്ടം വരുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ പറഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞില്ല, ഇപ്പോഴാണ് പറയണേ. കുഴപ്പമൊന്നുമില്ല, വാർത്തയൊന്നുമില്ല. ഞാൻ വരുന്ന ടൈം അങ്ങനെയാണ്, 11 മണിക്കും 12 മണിക്കും അവിടെ നിന്ന് വരും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എത്തുമ്പോൾ തന്നെ വീട്ടിലെത്തുമ്പോൾ തന്നെ പുലർച്ചെയാവും, വർക്ക് കഴിഞ്ഞ് എത്തുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നായും പറ്റൊക്കെ ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, രാത്രിയാണ്, പുലർച്ചെയാണ്. ശ്രദ്ധിച്ച് വന്നാലും ഈ ചാടേണ്ടവൻ ചാടും, അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായി, കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഈ മരമൊക്കെ വെട്ടിയത് അത് ചെയ്യണത്. പക്ഷേ നല്ല ഉറക്കക്ഷീണം ഉണ്ടാവും. അത് ഞാൻ നന്നായിട്ട് കടന്നുറങ്ങിന്ന്, നല്ല ഉറക്കമുറങ്ങി. 11 മണി 11:30 ഞാൻ എണീറ്റത്. നല്ല ഉറക്കമുറങ്ങി. 2-3 ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടാവും, ഒറ്റയടിക്കണ്ട് ചെറുത് വഹിക്കണ്ടേ. മരുങ്ങ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യേ, നേരത്തെ വരാൻ പറഞ്ഞാൽ അവിടെ വരാൻ പറ്റണ്ടേ. അപ്പോൾ അതൊക്കെ തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാവും, വർക്ക് ആകുമ്പോൾ അങ്ങനെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനൊന്ന് നെല്ലിക്കാട്ടിലോട്ട് പോട്ടെ. കുറേ ദിവസമായി, 2-3 ദിവസമായി രാവിലെ സമയത്ത് ഇറങ്ങിയിട്ട്. ഗൈസ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പാടത്തിലോട്ടൊരു വരവ്. കുറേ നാളായി. അപ്പോൾ ചുമ്മാ ഒന്നിങ്ങോട്ട് ഇറങ്ങാലോ എന്നുള്ളൊരു മൈൻഡിൽ എങ്ങനെ ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ചാടി നേരെ പാടത്തേക്ക് എത്തി. അപ്പോൾ പാടത്തിനോട് അങ്ങനെ ഇരിക്കുക, ആരുമില്ല, ഒറ്റയ്ക്ക്. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാലോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ അതൊക്കെ തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെ റീസണും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു. പിന്നെ 9,000 സബ്സ്ക്രൈബറായി, നല്ല സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ 9,000 ഞാൻ അങ്ങനെ നിൽക്കുന്നത്, 9,000 സബ്സ്ക്രൈബേഴ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല എന്താ പറയുക, ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട്. വീഡിയോ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഇങ്ങനെ ഓവറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോർട്ടുള്ള കാരണം, നല്ല സപ്പോർട്ട് തരുന്ന കാരണമാണ് എനിക്കത് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഉണ്ടാവും. എന്തായാലും കളിയാക്കുന്നവരൊക്കെ അവിടെ കിടന്ന് കളിയായിക്കോളി, താത്തി കെട്ടുന്നവരൊക്കെ താത്തി കെട്ടിക്കോളി, എല്ലാം നിങ്ങൾ ചെയ്തോളി. പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് തന്നെ അങ്ങനെ ഉണ്ടാവും. കുറേ പേരുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും എന്നുള്ളൊരു മൈൻഡുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. എന്തായാലും ഇൻഷാ അല്ലാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാം, ശ്രമിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക കേട്ടോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.